Sevens Golden Diamonds, Ermalur, Vadadala. വയനാടിന് കൈത്താങ്ങായി കോതമംഗലത്തെ സ്വകാര്യ ബസ്സുകൾ. കോതമംഗലത്ത് സർവീസ് നടത്തുന്ന 125 സ്വകാര്യ ബസ്സുകൾ വയനാടിന് ഒരു കൈത്താങ്ങായി സർവീസ് നടത്തി. തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. നഗരസഭാ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങ് ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വയനാടിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി നൽകാൻ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുള്ളത്. വയനാട്ടിലെ ദുരന്തം എന്നുള്ളത് സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിലുണ്ടായിട്ടുള്ളത്. അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങളാണ് ഇനി നമ്മുടെ മുമ്പിൽ ഒരു പ്രധാന ദൗത്യമായി നമ്മൾ ഏറ്റെടുക്കേണ്ടത്. സമാനതകളില്ലാത്ത ദുരന്തമായതുകൊണ്ട് തന്നെ വലിയ ഒരു കരുതൽ, ഒരു കൂട്ടായ്മ ആ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകണമെന്നാണ് ഗവൺമെന്റ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സുമനസുകളുടെ എല്ലാ സഹായം അഭ്യർത്ഥിക്കുകയും ലോകത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും വലിയ സഹായമാണ്, കാരുണ്യത്തിന്റെ മഹാപ്രവാഹമാണ് വയനാട്ടിലേക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രവർത്തനത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് എല്ലാ കാലത്തും മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, മുനിസിപ്പൽ കൗൺസിലർ AG ജോർജ്, CPIM ഏരിയ സെക്രട്ടറി KA ജോയ്, PB മൊയ്തീൻ ഷാ, സജി മടവന, ഷിബു തക്കുമുറം, ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോജി, ജനറൽ സെക്രട്ടറി CB നവാസ് തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. നമ്മുടെ മാതൃകാപരമായിട്ടുള്ള ഈ പ്രവർത്തനത്തിലൂടെ സഹകരിച്ചുകൊണ്ട് ഈ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ പ്രവർത്തകരും സംഘാടകരും പങ്കാളികളും നമ്മളോടൊപ്പം ചേർക്കുന്നു. തീർച്ചയായിട്ടും ശ്ലാഘനീയമായിട്ടുള്ള ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും. അപ്പോൾ നല്ല നിലയിൽ തന്നെ നിങ്ങളുടെ കൂട്ടായ്മ മുന്നോട്ട് പോകണം. ഇനിയും ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ, ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിൽ നടത്താൻ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് സാധിക്കും. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നും നിങ്ങൾ നടത്തണം. നിങ്ങളുടെ ഇത്തരം ശ്രമങ്ങൾക്കെല്ലാം പൊതുസമൂഹത്തിന്റെ ആകെ പിന്തുണ ഉണ്ടാകുമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇത്തരം ഒരു കാരുണ്യ പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിട്ടുള്ള കോതമംഗലത്തെ ബസ് ഉടമകളെയും ബസ് തൊഴിലാളികളെയും എല്ലാം സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി നിങ്ങളോടുള്ള പ്രത്യേക നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ള കോതമംഗലത്ത് ബസ് ഉടമകളും തൊഴിലാളികളും തുടർന്നും സഹജീവികൾക്ക് വേണ്ടി ഇത്തരം കാരുണ്യയാത്രകൾ നടത്തുമെന്ന് ജനറൽ സെക്രട്ടറി CB നവാസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.